സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TV സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നടൻ സലിം കുമാർ വിട പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച, സ്വന്തം രോഗം കൊണ്ട് വിഷമിച്ച് നടന്ന സലിം കുമാർ ആ വേദനയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആളുകളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. 56 വയസ്സ് മാത്രമാണ് പ്രായം. ഇനിയും 10-30 വർഷം ഒരു കുഴപ്പമില്ലാതെ ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ കരൾ സംബന്ധമായ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കൊച്ചിയിൽ അമൃത ഹോസ്പിറ്റലിൽ കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തി അത് അദ്ദേഹത്തിന് വളരെയധികം അതിൽ ആരോഗ്യ സംബന്ധമായ മെച്ചമുണ്ടാവുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തതാണ്. എന്തായാലും ശരി, മനുഷ്യന് ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരണം സുനിശ്ചിതമാണ്. അത് എപ്പോഴും എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ജനിച്ചു പോയാൽ തിരിച്ചു പോയാലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് സംഭവിക്കും. അപ്പോൾ മരിക്കുമ്പോഴെങ്കിലും ജനങ്ങൾ നല്ലത് പറയണം. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് സലിം കുമാറിൻ്റെ. കാരണം ആർക്കും ഒരു ദോഷവും ഒരു വിഷമവും ഉണ്ടാക്കാത്ത പ്രവൃത്തിയാണ്. 2010 ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഒരു നടനായിരുന്നു അദ്ദേഹം. ഹാസ്യ നടൻ എന്നതിലുപരി ക്യാരക്ടർ റോളുകൾ നല്ല ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി എറണാകുളത്ത് തന്നെ, കൊച്ചിയിൽ തന്നെ ഉണ്ടാവും, ഹോസ്പിറ്റലിൽ തന്നെ. എല്ലാ പ്രമുഖ നടന്മാരും ഹോസ്പിറ്റലിലെത്തി അദ്ദേഹത്തിൻ്റെ മൃതദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ മാത്രമേ പറവൂരിലേക്ക്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന പറവൂരിലാണ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്ഥലവും പറവൂരിലാണ്. അപ്പോൾ പറവൂരിലേക്ക് രാവിലെ കൊണ്ടുപോകും. 9 മണി മുതൽ 1 മണി വരെ പറവൂർ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദർശനത്തിന് വയ്ക്കും. 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് ശവസംസ്കാരം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് വളപ്പിൽ തന്നെ നടത്താനാണ് സാധ്യത. എന്തായാലും ശരി, അങ്ങനെ ഒരു മഹാനടൻ നമുക്ക് നഷ്ടപ്പെട്ടു. അമൃത ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം. അദ്ദേഹത്തിൻ്റെ മകൻ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു. വളരെയധികം വിഷമിച്ച്, അങ്ങനെ ദുഃഖിച്ച് എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സിനിമയിലൊക്കെ ചില ചാൻസുകൾ കിട്ടി അങ്ങനെ അഭിനയിച്ചു വരുന്ന സമയമായിരുന്നു. സലിം കുമാറിൻ്റെ